അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ ശ്രോതാക്കളെ, നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നിയ്യത്തിനെ കുറിച്ചാണ്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണല്ലോ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നമ്മുടെ അമലുകൾ എത്രത്തോളം ശരിയാകുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക. ലാ ഖലാസ ഇല്ലാ ബിൽ ഇഖ്ലാസ്. നിയ്യത്തിലും അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസ് ഉണ്ടോ എന്നാൽ മാത്രമാണ് നമുക്ക് രക്ഷയുണ്ടാവുക. ഇഖ്ലാസ് ഇല്ലാതെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിലും, കുളിക്കുമ്പോഴാണെങ്കിലും, കഴിക്കുമ്പോഴാണെങ്കിലും, നോമ്പ് പിടിക്കുമ്പോഴാണെങ്കിലും, നിസ്കരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമ്മൾ നിയ്യത്ത് അനുസരിച്ചായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുക. ഒരിക്കലും നമ്മൾ മറ്റൊരാൾ കാണാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്താൽ, റിയാഇന് വേണ്ടി, ഉജ്ബിന് വേണ്ടിയിട്ട്, ലോകമാന്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ അമൽ ചെയ്താൽ അതവനിക്ക് ഭവിഷ്യത്തായിട്ടാണ് കണക്കാക്കുക. അള്ളാഹു നമ്മുടെ നിയ്യത്തുകൾ നല്ല നിയ്യത്തുകളാക്കുന്ന രൂപത്തിൽ അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. അതുപോലെ ചില സഹോദരിമാർക്കുള്ള സംശയമാണ്, തറാവീഹ് നിസ്കരിക്കുന്ന സമയത്ത് നിയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത്? നിയ്യത്ത് 30-20 റക്അത്തിന് വേണ്ടിയിട്ട് ഒരൊറ്റ നിയ്യത്ത് മതിയോ എന്നുള്ള സംശയങ്ങളൊക്കെ സാധാരണ നിലയിൽ ചില സഹോദരിമാർ ചോദിക്കാറുണ്ട്. നമ്മൾ തറാവീഹ് എന്നുള്ള പദം തന്നെ വരുന്നത് നമ്മുടെ മുമ്പെയുള്ള സലഫ് സ്വാലിഹീങ്ങളായ ആളുകളൊക്കെയും അവർ 2 റക്അത്ത് നിസ്കരിച്ച് 4 റക്അത്ത് കൂടുമ്പോൾ ഒരു റെസ്റ്റ് എടുക്കാറുണ്ടായിരുന്നു. ആ തറാവീഹ് എന്നുള്ള പദത്തിന് അർത്ഥം തന്നെ ഒന്ന് വിശ്രമിക്കുക, റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ റെസ്റ്റ് എടുത്ത് നിസ്കരിച്ചിരുന്ന ആളുകളായിരുന്നു നമ്മുടെ മുൻഗാമികളായ സലഫ് സ്വാലിഹീങ്ങൾ. അതുകൊണ്ടാണ് തറാവീഹിന്, ആ നിസ്കാരത്തിന് ആ പേര് വന്നത് എന്ന് ഇമാമുമാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ 2 റക്അത്തായിട്ടാണ് നിസ്കരിക്കാറുള്ളത്. 4 റക്അത്ത് കൂടുമ്പോൾ വിശ്രമം ഉണ്ടാവാറുണ്ട്. ഈ 2 റക്അത്തിനും നിയ്യത്ത് വെക്കൽ നിർബന്ധമാണ്. നിയ്യത്ത് വെച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ അമലൊക്കെ ബാത്തിലായി പോകും. എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? ഉസല്ലി സുന്നത്ത തറാവീഹി റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാ ലില്ലാഹി തആല. തറാവീഹ് സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി അദാ ആയി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ മാത്രമേ നമ്മുടെ അമലുകൾ പരിപൂർണമാവുകയുള്ളൂ. അല്ലാഹു നിയ്യത്തുകൾ നന്നാക്കി അമലുകൾ ചെയ്യുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.